ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറീസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിലും പ്രോഫിറ്റ് വന്നാൽ എന്താണ് ആ പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തിയറി നമ്മൾ പറഞ്ഞിരുന്നു. ഒരു മോഡൽ ഫോമിൽ ഏതൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം, ഏതൊക്കെ ഐറ്റംസ് ലെസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നമുക്കതിൻ്റെ പ്രകാരമുള്ളൊരു ഇലുസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. പേജ് നമ്പർ 299 ഇലുസ്ട്രേഷൻ 1 ഏറ്റവും ഈസി ആയിട്ടുള്ള ഇലുസ്ട്രേഷനാണ്. ഏറ്റവും ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഇലുസ്ട്രേഷൻ 1 ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുപ്പീരിയർ കമ്പനി ലിമിറ്റഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 56,652 ഫിനാൻഷ്യൽ ബുക്സിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 56,652. കോസ്റ്റ് ബുക്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 86,200. അപ്പോൾ ഇത്രയും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. വർക്ക് ഓവർ ഹെഡ് അണ്ടർ റിക്കവറാണ്, ഓഫീസ് ഓവർ ഹെഡ് ഓവർ റിക്കവറാണെന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം ചെയ്യേണ്ടത് നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റിലാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ പഠിച്ചിരിക്കുന്ന ആ മോഡൽ വെച്ച് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 86,200. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം തന്നെ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് സൊല്യൂഷൻ നോക്കുക. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് 86,200 എന്ന് ഔട്ടർ കോളത്തിലോട്ട് എഴുതുക. ഇതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓവർ റിക്കവറി ഓഫ് ഓവർ ഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്, അതുപോലെ ഐറ്റംസ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഓരോ ഐറ്റമായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഓവർ ഹെഡ് അണ്ടർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്കിൽ നമ്മുടെ ഓവർ ഹെഡ് അണ്ടർ റിക്കവേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ലെസ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അണ്ടർ റിക്കവറി ഓഫ് ഓവർ ഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം. ഇനി അടുത്ത ഓഫീസ് ഓവർ ഹെഡ് ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഓവർ ഹെഡ് ഓവർ റിക്കവറി ആണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓഫീസ് ഓവർ ഹെഡ് ഓവർ റിക്കവേർഡ് 850 രൂപ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ്റെ വ്യത്യാസം. അപ്പം നോക്കിക്കേ, എക്സസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് അക്കൗണ്ടിലാണ് കൂടുതലെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും കോസ്റ്റ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ബുക്കിൽ 56,000 കോസ്റ്റ് ബുക്കിൽ 6,250. ഫിനാൻഷ്യൽ ബുക്കിൽ 5,600 കോസ്റ്റ് ബുക്കിൽ 6,250 തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് ബുക്കിലാണ് കൂടുതൽ. അപ്പം എക്സസ് ഡിപ്രീസിയേഷൻ ഇൻ കോസ്റ്റ് ബുക്ക് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ തിയറി പഠിച്ചത്. അപ്പോൾ എക്സസ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 6,250 മൈനസ് 5,600 വരുമ്പം 650 രൂപയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ബുക്ക്. നോർമലി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതാണല്ലേ. അപ്പോൾ ഐറ്റം ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിക്കുന്നത് നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,000 നമ്മൾ ആഡ് ചെയ്യണം. ഇനി അടുത്തത് ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് ചാർജ്ഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഈ ഒരു ഐറ്റം നമ്മൾ ഫിനാൻഷ്യൽ ബുക്കിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ബുക്സിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇൻകം ടാക്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതായതുകൊണ്ട് നമുക്ക് ആ ഒരു ഐറ്റവും നമുക്ക് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻകം ടാക്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഫീസ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്. ബാങ്ക് ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ഫീസും നമ്മൾ ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ്. ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം നമുക്കത് എത്രയാണ്? 375 രൂപ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ഉള്ളത് സ്റ്റോർ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. അടുത്തതും നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് ഫിനാൻഷ്യൽ ബുക്സിൽ ക്രെഡിറ്റ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 237. ആ ഐറ്റവും നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഓവർ റിക്കവറി, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഓവർ റിക്കവറി, എന്തെങ്കിലും ഓവർ ഹെഡ് ഓവർ റിക്കവറി ആണെങ്കിൽ ആഡ് ചെയ്യണം. അതുപോലെ കോസ്റ്റ് ബുക്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ എക്സസ് ആണ് കൂടുതലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ഉള്ള ബാക്കി ഐറ്റംസ് ഫിനാൻഷ്യൽ ബുക്സിൽ അല്ലെങ്കിൽ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്തൊക്കെയാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ
ഔട്ടർ കോളത്തിലിട്ട് എഴുതുക. അപ്പം കോസ്റ്റ് ബുക്കിൻ്റെ പ്രോഫിറ്റ് 86,200. ഇത്ര ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ 6,112 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിരുമ്പോൾ നമുക്ക് 92,312 കിട്ടും. ഇനി അടുത്ത് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർ റിക്കവറി ഓഫ് വർക്ക് ഓവർഹെഡ്. ഏതെങ്കിലും അണ്ടർ റിക്കവറി ആണെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ലോസ് ഡ്യൂ ടു ഒബ്സലൻസ്, ഇൻകം ടാക്സ്, ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളിവിടെ ലെസ് ചെയ്യണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസ് സ്റ്റോക്കിൻ്റെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് നോക്കാം. ഹയർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യണം. ഹയർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പം നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് ഹയർ? ഫിനാൻഷ്യൽ ബുക്സിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹയർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റ് അക്കൗണ്ടിലായിരുന്നെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു. ഫിനാൻഷ്യൽ ബുക്കിലായതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്യണം. അപ്പം നമ്മൾ അതിൻ്റെ രണ്ടും കൂടി ഡിഫറൻസ് എടുത്തിട്ടാണ്, എത്രയാണോ ഡിഫറൻസ് വന്നത് അതെടുത്തിട്ടാണ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 26,300 മൈനസ് 24,800 1,500 നമ്മൾ ലെസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? കോസ്റ്റ് അക്കൗണ്ടിൽ ലോവർ വാല്യൂ ആണെങ്കിൽ, ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ ലോവർ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ കോസ്റ്റ് അക്കൗണ്ടിൽ എങ്ങനെയാണ്? കോസ്റ്റ് അക്കൗണ്ടിൽ ഇവിടെ കൂടുതലാണ് വന്നിരിക്കുന്നത് 25,000. സോ ഈ ഒരു ഐറ്റം നമ്മൾ ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹയർ വാല്യൂ ഫിനാൻഷ്യൽ ബുക്കിൽ ഹയർ വാല്യൂ ആയതുകൊണ്ട്, ക്ലോസ് സ്റ്റോക്ക് ഹയർ വാല്യൂ ആയതുകൊണ്ട് ലോവർ വാല്യൂ ആയതുകൊണ്ട് നമ്മളിത് ലെസ് ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് 25,000 23,000 കൂടി ലെസ് ചെയ്യുമ്പോൾ 2,000 കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം വരുമ്പം കോസ്റ്റ് അത് എവിടെയെങ്കിലും എഴുതി വെച്ചോണം കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ക്ലോസിംഗ് ബുക്സിൽ കൂടുതലും അതുപോലെ ഫിനാൻഷ്യൽ ബുക്കിൽ കുറവുമാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം വന്നിരിക്കുന്നതോ? ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം വന്നിരിക്കുന്നത് കോസ്റ്റ് ബുക്കിൽ ഹയറും ഫിനാൻഷ്യൽ ബുക്കിൽ ലോവറും ആണെങ്കിലാണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായിട്ടും തെറ്റാതെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി തന്നെ വെച്ചോണം. ഹയർ വരുമ്പോൾ എന്ത് ചെയ്യും, ലോവർ വരുമ്പോൾ ചെയ്യും, ഓപ്പൺ സ്റ്റോക്കിനെയും ക്ലോസ് സ്റ്റോക്കിനെയും കാര്യം. ഇത് തെറ്റിപ്പോയിട്ട് നമ്മുടെ പ്രോബ്ലം മൊത്തം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് 2,000 കിട്ടും. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ബുക്സിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ബാക്കി ഐറ്റംസ്, ഇൻട്രസ്റ്റ് ചാർജിലുണ്ട്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ഉണ്ട്, അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ബുക്സിനെ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്തിച്ചേരും. സോ നമ്മൾ ക്ലോസിംഗ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ബുക്സിൻ്റെ പ്രോഫിറ്റിലോട്ട് വേണം നമ്മൾ എത്തിച്ചേരാനായിട്ട്. ആ ക്വസ്റ്റിന് തന്നിരിക്കുന്ന അതിലോട്ട് വേണം നമ്മൾ എത്തിച്ചേരാനായിട്ട്. അപ്പം നമുക്കിവിടെ നമ്മൾ കോസ്റ്റ് ബുക്സിലെ പ്രോഫിറ്റ് 86,200 തൊട്ട് തുടങ്ങി നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് ആഡ് ചെയ്തു, ലെസ് ചെയ്ത ഐറ്റംസ് ലെസ് ചെയ്തു, ലാസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ ബുക്സിൻ്റെ പ്രോഫിറ്റിലോട്ട് എത്തിച്ചേരും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലമായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇലിസ്ട്രേഷൻ 2 നമുക്കൊന്ന് നോക്കാം. ഇലിസ്ട്രേഷൻ 2 കൂടി നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയാവും നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിത് ഐറ്റംസ് കാണാതെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാമിന് ചോദിക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലിസ്ട്രേഷൻ 2 കോസ്റ്റ് അക്കൗണ്ട് ബുക്സിൽ നമുക്ക് നെറ്റ് ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ലോസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നെറ്റ് ലോസ് വരുമ്പോൾ ഞാൻ തിയറി പറഞ്ഞിരുന്നു മൈനസ് ഇട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1,72,400 മൈനസ് ഇട്ട് കാണിക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഒരു ഐറ്റംസ് ആയിട്ട് നോക്കാം. അണ്ടർ റിക്കവറി ഈ കോസ്റ്റ് ബുക്കിൽ വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിക്കവേർഡ് ഇൻ എക്സസ് എന്ന് പറഞ്ഞാൽ ഓവർ റിക്കവറി നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം 1,700. ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ കോസ്റ്റ് ബുക്ക്, രണ്ടിൽ നോക്കിയിട്ട് എന്താ എക്സസ് ഡിപ്രീസിയേഷൻ എവിടെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കോസ്റ്റ് ബുക്കിലാണ് എക്സസ് ഡിപ്രീസിയേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഡിപ്രീസിയേഷൻ 12,500 കോസ്റ്റ് ബുക്കിലും 11,200 നമുക്ക് ഫിനാൻഷ്യൽ ബുക്കിലും വരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക 1,300. ഇതിനടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നോട്ട് ഇൻക്ലൂഡിങ് കോസ്റ്റ് ബുക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. ഒബ്സലൻസ് ലോസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ കാര്യവും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കുന്ന ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്യുക. ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തേക്കുന്ന ഐറ്റമാണ്, അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റോർ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് ക്രെഡിറ്റ് ചെയ്തേക്കുന്ന ഐറ്റം ആയതുകൊണ്ട് അതും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ ക്ലോസ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും കാര്യമാണ് നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ വന്നിരിക്കുന്നത്. കോസ്റ്റ് ബുക്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. കോസ്റ്റ് ബുക്കിൽ കുറവും ഫിനാൻഷ്യൽ ബുക്കിൽ കൂടുതലുമാണ് വരുന്നത്. ഫിനാൻഷ്യൽ കോസ്റ്റ് ബുക്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്? ലെസ് ചെയ്യണം. ലോവർ വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ കോസ്റ്റ് ബുക്കിൽ വരുമ്പോൾ നമുക്കത് ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എടുത്ത് നമ്മൾ ലെസ് ചെയ്യണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ബുക്കിൽ ക്ലോസ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഹയർ വാല്യൂ ഓഫ് ക്ലോസ് സ്റ്റോക്ക് വരുവാണെങ്കിൽ ലെസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ നോക്കാം. കോസ്റ്റ് ബുക്കിൽ ഹയർ വാല്യൂ ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ അതും ലെസ് ചെയ്യേണ്ടത്. രണ്ട് ഐറ്റംസും നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് ചാർജഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചിരിക്കുന്ന ഐറ്റം അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ റീകൺസിലേഷൻ സ്റ്റെപ്പ് പഠിച്ചപ്പം ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഓൺലി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ചാർജ് കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്ത് കാണിക്കണം. 4000. പിന്നെ ഉള്ളത് റെൻറ്റ് ഓൺ ബിൽഡിങ്. ഇത് പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചിരിക്കുന്നതാണ്. ആ ഐറ്റം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഈ രണ്ട് ഐറ്റംസ് നമ്മൾ പ്യുവർലി ഫിനാൻഷ്യൽ ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം കാണിക്കുന്ന ഐറ്റംസാണ്, ഡെബിറ്റ് ചെയ്തേക്കുന്ന ഐറ്റംസാണെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ്, അതുപോലെ ഗുഡ് വിൽ റൈറ്റ് ഓഫ്, ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ ഈ രണ്ടെണ്ണം, അതായത് പ്രിലിമിനറി എക്സ്പെൻസും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ബുക്സിന് പ്രകാരമുള്ള പ്രോഫിറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഇലിസ്ട്രേഷൻ 1 ഇലിസ്ട്രേഷൻ 2 കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഫസ്റ്റ് സെക്കൻഡ് 2 പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. മൂന്നാമത്തെ എല്ലാം സെയിം തന്നെയാണ്. അപ്പം ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഫസ്റ്റത്തെയും സെക്കൻഡ് രണ്ടാമത്തെയും 318 പേജിലെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കി എനിക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് 2-3 പ്രോബ്ലം ഒരുമിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.